എടോ കെട്ടിയോനെ, എന്നാ പരിപാടിയാണിത്? എന്നാടി കൊച്ചേ, എന്നാ പറ്റി? അവള് കൊണ്ടുവന്ന് വെച്ചാൽ വെള്ളക്കാപ്പി ഊതി ഊതി കുടിച്ചുകൊണ്ട് അവൻ അവളെ നോക്കി. ഓ, അതിനെ ആ മുന്നിലെ കുന്ത്രാണ്ടൊന്ന് മാറ്റിവെക്കി. ലാപ്ടോപ്പിനോടാണ് അവളുടെ അരിശം. ഇന്ന് അച്ചായത്തെ കൊച്ചിന് കലിപ്പാണല്ലോ ഈശോയെ. എന്നാടി മരിയെ, നിന്ന് തിളയ്ക്കാതെ കാര്യം പറയടി. എൻ്റെ പൊന്നിച്ചായ, കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും പോയോ? തീറ്റയും ഉറക്കവും പിന്നെ ഇച്ചായൻ്റെ ഈ ലാപ്ടോപ്പ് കളിയും. ദേ, ഞാൻ ശരിക്കും മടുത്തു കേട്ടോ. എൻ്റെ കർത്താവേ, ഈ പെണ്ണിന് റൊമാൻസ് തലക്കി കയറി പിടിച്ചു എന്ന് തോന്നുന്നു. ഇച്ചായ, ആ കുണുമണാലി ട്രിപ്പ് കപ്പിളേ പാക്ക് എത്രയാണെന്ന് നോക്കൂ. എന്തിനാണ് കൊച്ചത്? ഈ തണുപ്പ് കാലത്ത് ആര് പോവാനാ? ഇച്ചായ, ഇത് ശരിക്കും എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇച്ചായ നോക്കുന്നുണ്ടോ? എടി, നമുക്ക് നമ്മുടെ മൂന്നാറിൽ പോയാൽ അടിപൊളിയാക്കാം. പിന്നെ നമ്മുടെ എസ്റ്റേറ്റിലേക്കൊന്ന് കറങ്ങാം. എന്തേ? അയ്യടാ, തന്നെ അങ്ങ് പോയാൽ മതി. ഞാൻ മണാലിക്ക് മാത്രമേ ഉള്ളൂ. എൻ്റെ കർത്താവേ, ഏത് നേരത്താണോ എന്തോ. ട്രാവൽസിൽ വിളിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഹോട്ടലും ബുക്ക് ചെയ്തു. കിടുകിട തണുക്കുന്ന ഒരു രാത്രിയിൽ ഞങ്ങൾ അവിടെ എത്തി. തണുപ്പ് കാലമായതുകൊണ്ടാവാം ആളുകൾ വളരെ കുറവായിരുന്നു. റൂമിൽ മുഴുവൻ ചൂടാക്കിയിട്ടും തണുത്ത് വിറക്കിയായിരുന്നു ഞങ്ങൾ. റൂമിൽ നിന്ന് റൂം പോയപ്പോൾ മരിയെ കെട്ടിയൊരു പിടുത്തമായിരുന്നു. ബെഡ്റൂമിലെ ബെഡിൽ പഞ്ഞി പോലുള്ള പുതപ്പിൽ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ കിടന്നു. ഒരു തുള്ളി പോലും തണുപ്പ് അകത്ത് കിടക്കാൻ ഞങ്ങൾ സമ്മതിച്ചില്ല. ഇച്ചായ, നമ്മുടെ മൂന്നാർ മതിയായിരുന്നു അല്ലേ? ഇതപ്പെണെ ഒരു കൊത്തു വെച്ചിടും ഞാൻ. ഇച്ചായൻ്റെ നെഞ്ചിൽ വിരൽ വെച്ച് ചിത്രം വരച്ച് അവൾ പമ്മിക്കിടന്നു. ചുണ്ടുകളിലെ ചൂട് അവൾക്ക് പലപ്പോഴായി കൊടുത്തുകൊണ്ടേയിരുന്നു. ഇച്ചായ, എനിക്കൊരാഗ്രഹം. എന്താടി പെണ്ണെ, പറയ്. എനിക്കിവിടെ നിന്ന് രാവിലെ നടക്കാൻ പോകണം. എൻ്റെ അമ്മച്ചി, നിനക്ക് എന്നാ പറ്റിയടി ഈ കൊടും തണുപ്പിൽ? ഇച്ചായ, മഞ്ഞ പോലെ പെയ്തിറങ്ങുന്ന ഐസ്, അതിലൂടെ നടക്കാൻ എന്ത് രസമാവും. നമുക്ക് പോകാം. ഞാൻ അലാറം വെക്കട്ടെ? ആ ശരി, എന്നാൽ ലൈറ്റ് ഓഫ് ആക്ക്. വേണ്ട ചായ, എനിക്ക് ചായനെ കാണണം. എൻ്റെ പൊന്നെ, നമിച്ചു. അവളുടെ വിരലുകൾ വീണ്ടും നെഞ്ചിലൂടെ കളം വരച്ചു. അടഞ്ഞു വരുന്ന എൻ്റെ കണ്ണുകൾ പിടിച്ചു തുറന്ന് ഒരു ചോദ്യം. എടാ, നീ എന്നെ വിട്ട് എങ്ങോട്ടെങ്കിലും പോവോ? ഒന്ന് കിടന്നുറങ്ങു പെണ്ണെ. മുഖം വേർപ്പിച്ച് തിരിഞ്ഞു കിടന്ന അവളെ പിന്നെ എനിക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ? ചെറിയൊരു ഇക്ലിയായി. ആ ചെവിയിലൊരു കടി കൊടുത്തു. എന്നോട് ചേർത്ത് കിടത്തി. വിരൽ വെച്ച് മീശയുടെ അളവ് നോക്കിയും മുഖത്തോടൊരുമയൊക്കെ അവളും അങ്ങനെ എപ്പോഴാണ് ഉറങ്ങിയതെന്നൊന്നും അറിയില്ല. അലാറം നീട്ടിയടിക്കുന്ന കേട്ടാണ് ഞാൻ ഉണർന്നത്. എടി, നടക്കാൻ പോണ്ടേ? വാ. എൻ്റെ പൊന്നിച്ചായ, ഈ വെളുപ്പാങ്കാലത്ത് ആരാ നടക്കാൻ പോവാ? ഓ, പിന്നെ നട്ടുച്ചയ്ക്കാണോ പോവുക? അവൾ വീണ്ടും ചിണുങ്ങി. ഞാൻ പതിയെ അവളോട് ചേർന്ന് കിടന്നു. രാവിലെ നോക്കിയപ്പോഴാണ് രസം. മുഖം ഏതാണ്ട് കടന്നല് കുത്തിയതുപോലെ. എന്നാടി, എന്നാ പറ്റി? ഇച്ചായ, ഇന്ന് നമ്മൾ നടക്കാൻ പോയോ? ഓഹോ, നീയല്ലേ പറഞ്ഞേ ഉച്ചയ്ക്ക് നടക്കാൻ പോകാമെന്ന്? അതുകൊണ്ട് ഞാനും കിടന്നു. ഉച്ചവയിൽ നിന്നിട്ടും അവിടെ മഞ്ഞ് വീഴ്ച നിന്നിട്ടില്ല. എന്നോട് ചേർന്ന് കമ്പിളി വസ്ത്രങ്ങൾ ധരിച്ച് അവൾ നിന്നു. ഇച്ചായ, ഒരു വെളുപ്പാങ്കാലം വരണം. ഇങ്ങനെ ഒഴുകി നടക്കണം. എൻ്റെ കയ്യിൽ തൂങ്ങി അവൾ എന്തൊക്കെയോ പിറുവിറുക്കുന്നുണ്ട്. അവളെ, ആ കാന്താരിയെ നെഞ്ചോട് ചേർത്ത് ഞാനും അങ്ങനെ നടന്നുപോയി.